അവനിപ്പോ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ രേവതി കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് ശ്രുതിക്ക് വലിയൊരു പണി കിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോയിട്ട് രേവതിയുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ കുത്തി 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചി എപ്പോഴും രേവതിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. അങ്ങനെ സച്ചിക്ക് വേണ്ടിയിട്ട് കാറ് മേടിക്കാനായിരുന്നോ എന്നുള്ള രീതിയിൽ വരെ ചോദ്യങ്ങൾ എത്തുമ്പോഴേക്കും ഇത് കേട്ടിട്ട് പുറത്തു നിൽക്കുന്ന വർഷയാണെങ്കിൽ അവരുടെ അരികിലേക്ക് ചെന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഒരിക്കലും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയ്ക്കോടും കെയറില്ല എന്നുള്ളൊരർത്ഥം വരില്ല എന്നും സുധിയേട്ടനും അതുപോലെ ശ്രുതി ചേച്ചിയും കൂടി ചേർന്നിട്ട് എപ്പോഴും അടിയുണ്ടാക്കാറൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഒരു ദിവസം ടെറസിൽ പോയിട്ട് സുധിയേട്ടൻ കിടന്നിട്ടില്ലായിരുന്നോ എന്ന് കരുതിയിട്ട് സുധിയേട്ടന് വേണ്ടിയിട്ട് ചേച്ചി ഒന്നും ചെയ്യാണ്ടിരിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അതുമാത്രമല്ല ആന്റി പറഞ്ഞു സുധിയേട്ടന് വേണ്ടിയിട്ട് ചേച്ചി പുതിയ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണെന്നും അത് ചേച്ചി ചെയ്യുന്നത് സുധിയേട്ടനോടുള്ള കെയർ കൊണ്ടല്ലേ. അതുപോലെ തന്നെയാണ് സച്ചിയേട്ടൻ്റെ രേവതി ചേച്ചിൻ്റെയും കാര്യം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെങ്കും പാട്ടാക്കുന്നത് പോലെ ശ്രുതിൻ്റെ അച്ഛൻ പണം അയച്ചു കൊടുത്തിട്ട് ശ്രുതിക്ക് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം കൂടി പറഞ്ഞല്ലോ. അങ്ങനെ ശ്രുതി വേഗം എസ്കേപ്പ് ആയി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹിമയാണെങ്കിൽ വീട്ടിലേക്ക് വരാണ് കേട്ടോ ചെയ്യുന്നത്. വരുമ്പോൾ അവിടെ ഒന്നും ആരും കാണുന്നില്ല, ആരുമില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോഴേക്കും മഹിമയാണെന്ന് അറിയുമ്പോഴേക്കും ചാടി വീഴുന്നുണ്ട് ചന്ദ്രമതി. എന്നിട്ട് ഇരിക്കാൻ പറയുന്നു, രേവതിയുടെ അടുത്ത് വെള്ളം എടുക്കാൻ വേണ്ടി പറയുന്നു. പക്ഷെ രേവതി അവിടെ ഇല്ല കേട്ടോ. ഈ സമയം നോക്കിയിട്ട് അവൾ എവിടെയാ പോയതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അവളുടെ ഒരു പൂക്കട കാരണം മനുഷ്യന് ഭയങ്കര ശല്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ പൂക്കട അതിനെ കുറിച്ചിട്ട് വർഷ പറയാനിടയായി എന്നും ആ പുറത്ത് കാണുന്നതല്ലേ പൂക്കട, രേവതി പൂക്കട വെച്ചിരിക്കുന്നത് ചന്ദ്രമതിയുടെ പേരിലാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ തലയാട്ടുണ്ട്. വലിയ താല്പര്യമില്ലാത്ത കാര്യമാണല്ലോ. അതുകൊണ്ട് ശ്രുതിയും പാർലർ ചന്ദ്രമതിയുടെ പേര് തന്നെയാണല്ലേ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ ഈ തള്ളയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണല്ലോ എന്ന്. ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലല്ലോ. ശ്രുതിയെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ടോപ്പിക്ക് മാറ്റാണ്. ആൻറ്റി ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും വേണ്ട എന്ന് പറയണേ. അയ്യോ ശ്രുതി നല്ലോണം ചായ ഉണ്ടാക്കുന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ അയ്യോ അത് വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട്. അതിന് ശ്രീകാന്തും വർഷയും ഇവിടെ ഇല്ല, അവർ ഓഫീസിൽ പോയിട്ട് എത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ ഞാൻ അവരോട് പറയാൻ വേണ്ടിയിട്ടല്ല, ചന്ദ്രമതിയുടെ അടുത്ത് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ശ്രീകാന്തിനെ അച്ഛനില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവരുടെ കല്യാണം നടന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മുടെ രണ്ടുപേരുടെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെയാണ് കല്യാണം കഴിച്ചത്. അതെ എന്ന് ചന്ദ്രമതിയും കുറച്ച് വിഷമത്തോടു കൂടി പറയാണ്. എങ്ങനെ കല്യാണം കഴിച്ചാലും എന്താ, രണ്ടുപേരും ഇപ്പൊ സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന് മഹിമ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി അതെ അതെ അവർ രണ്ടുപേരും നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയെ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുകയാണ് എന്നും രണ്ടുപേരും ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തള്ളിവിടലാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രണ്ടുപേരും അടിയുണ്ടാക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. എന്നിട്ട് കള്ളം പറയുന്നത് കണ്ടില്ലേ, കള്ളം പറയുന്ന കാര്യത്തിൽ എന്നേക്കാൾ വെല്ലുന്നാണല്ലോ തോന്നുന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. തുടർന്ന് മഹിമ ചന്ദ്രയുടെ അടുത്ത് പറയുന്നത്, കല്യാണമോ ഞങ്ങൾ അറിയാതെ നടന്നത് കൊണ്ട് തന്നെ മറ്റ് ചടങ്ങുകളിലും നാടും നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരും വിളിച്ചിട്ട് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാൻ കേട്ടോ. എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ വർഷയുടെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. താലി പിരിച്ചു കോർക്കുന്നത് ഈ ആഴ്ചയിൽ തന്നെ ഒരു ദിവസം നടത്താമെന്നും അത് വലിയൊരു ഫംഗ്ഷനായിട്ട് നടത്തണം എന്നൊക്കെ വർഷയുടെ അച്ഛൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം പറയണേ. വർഷയുടെ താലി പിരിച്ചു കോർക്കൽ ചടങ്ങിനെ കുറിച്ച് പറയുമ്പോഴാണ് ശ്രുതിക്ക് അത് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമതി ഓർക്കുന്നത്. ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ എന്നും ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലേ എന്നൊക്കെ മഹിമ ചോദിക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ അച്ഛൻ കുറച്ച് ബിസിയാണ്, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ മഹിമ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് വർഷയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് ഒരുമിച്ച് നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അയ്യോ ആന്റി എന്തിനാ ഇപ്പൊ അതിനെക്കുറിച്ചെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ അതല്ല ശ്രുതി, നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകള്, അതുകൊണ്ട് തന്നെ നിനക്കാണ് ആദ്യം ഈ ചടങ്ങ് നടത്തേണ്ടത്. അത് ശരി തന്നെയാണ് എന്നും വർഷയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഒരേ ദിവസം നമുക്ക് താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടത്താം. നമ്മൾ എന്തായാലും വലിയൊരു ഹാളാണ് ഇതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. വർഷയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാന്നൊക്കെ പറയുമ്പോഴേക്കും
ശരിക്കും മഹിമയെ അങ്ങ് പുകഴ്ത്താണ് കേട്ടോ ചന്ദ്രമതി. നിങ്ങൾക്ക് വലിയ മനസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ മഹിമയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇത് ഒരുമിച്ച് തന്നെ നടത്താതെ തീരുമാനിക്കുകയാണേ. പക്ഷേ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാനിത് ശ്രീകാന്തിൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കാം എന്ന്. ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്തോളാം, തീയതി എന്നാന്നുള്ള കാര്യം കുറിച്ചിട്ട് അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് പോവാണേ. മഹിമ പോയ ഉടനെ തന്നെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി, ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നീ കേട്ടല്ലോ, അതുകൊണ്ട് തന്നെ നിനക്കും വർഷയ്ക്കും ഒരുമിച്ച് താലി പിരിച്ച് കോർക്കൽ നടക്കാൻ വേണ്ടി പോവാണ്. ഉടനെ തന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് പോവാണ് കേട്ടോ. ശരിയെന്ന് ശ്രുതി ആദ്യം പറയുന്നുണ്ട്, പിന്നീടാണ് എൻ്റെ അച്ഛനോ എന്ന് ചോദിക്കുന്നത്. പോകുന്ന ചന്ദ്രമതി അവിടെ നിന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയാണ് കേട്ടോ, നിന്റെ ഫംഗ്ഷന് പിന്നെ നിന്റെ അച്ഛനെ അല്ലാതെ വേറെ ആരുടെങ്കിലും അച്ഛൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റുമോ? അവരുടെ അടുത്ത് വരാൻ വേണ്ടി പറ എന്ന് പറയുമ്പോൾ, ഇല്ല ആൻറ്റി, അവര് കുറച്ച് ബിസി എന്നൊക്കെ പറയുമ്പോഴേക്കും ഇനിയും എത്ര നാളാണ് ഈ കഥ തന്നെ പറയാൻ വേണ്ടി പോകുന്നത്? സ്വന്തം മകളുടെ താലി പിരിച്ച് കോർക്കൽ ഫംഗ്ഷന് പോലും അവർക്ക് വരാൻ പറ്റാത്ത അത്രയും ബിസി എന്താണ്? ഇത്രയും നാള് ഞാന് സമാധാനപരമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഫംഗ്ഷന് നിന്റെ അച്ഛൻ വന്നേ പറ്റൂ. ഇല്ല ആൻറ്റി, അവർ കുറച്ച് ബിസി ആയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഈ ലോകത്ത് വേറെ ആർക്കും ജോലിയില്ലേ? സ്വന്തം മകളേക്കാൾ എന്ത് വലിയ ബിസിയാണ് അവർക്ക്. ഈ തവണ ഒരു ഒഴിവ് കഴിവും പറയാൻ വേണ്ടി പാടില്ല. നീ വർഷയുടെ അമ്മയെ കണ്ടില്ലേ? സ്വന്തം മകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. എന്ത് നല്ല രീതിയിലാണ് അവരിവിടെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നത്. നോക്ക് ശ്രുതി, ഇത്തവണ അവർ വന്നേ പറ്റുള്ളൂ. ഇത്തവണയും അവർ വന്നിട്ടില്ലെങ്കിൽ ഇതിൽ മറ്റെന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യമാണല്ലോ തോന്നുന്നത്. അയ്യോ ആൻറ്റി, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നും ഇത്തവണ ഉറപ്പായിട്ട് ഞാൻ അവരുടെ അടുത്ത് വരാൻ വേണ്ടി പറയാമെന്ന് പറയാണേ. നിന്റെ നല്ലതിനാണ് പറയുന്നത്. അവർ വന്നാലേ നിനക്കൊരു മര്യാദ ഉണ്ടാവുള്ളൂ എന്നും അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് പോവാണേ. അങ്ങനെ ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് മീരയുടെ അടുത്ത് കാര്യങ്ങളെക്കുറിച്ച് പറയാണ് കേട്ടോ. എന്നാണെങ്കിലും ഈ ഫംഗ്ഷൻ നടക്കേണ്ടതല്ലേടി എന്നും ഇതിന് നീ എന്തിനാ ഈ കിടന്നിട്ട് പുലമ്പുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നീ എന്താടി പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാത്തത്? എൻ്റെ അച്ഛൻ വന്നേ പറ്റുള്ളൂ എന്ന് ആൻറ്റി അത്ര വാശി പിടിക്കുന്നുണ്ട്. ഇത് അവരുടെ അഭിമാന പ്രശ്നം പോലെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, നിന്റെ അച്ഛൻ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതല്ലേ? എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്ന മട്ടില്ല. ഇത്തവണ വന്നേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ്. ഓ, അപ്പൊ നിന്റെ ഉരുട്ടലിന് ഒരു ഗേറ്റ് അടച്ചതുപോലെ ആയില്ലേ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ മീര. പാർലറിന്റെ പേര് മാറ്റിയതിന്റെ പേരിൽ എന്തൊക്കെയാ എൻ്റെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത്? രേവതിയുടെ അടുത്ത് പോലും ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത്രയ്ക്ക് മോശമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നീ പറയുന്ന കഥകളൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്? പാർലറിനെ കുറിച്ച് അറിഞ്ഞപ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് മീര പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. നീ എന്നെ പേടിപ്പിക്കാതിരിക്കടി എന്നും എന്ന് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലോ അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യടി, നീ താലി പിരിച്ച് കോർക്കൽ മാറ്റാതെ നിന്റെ അമ്മായിയമ്മ തന്നെ അങ്ങ് മാറ്റിക്കുമെന്ന് പറയണേ. നീ ഒന്ന് ചുമ്മാ കളിക്കാതിരിക്കും മീരെ. താലി പിരിച്ച് കോർക്കലിന് വേണ്ടിയിട്ട് പണം അറേഞ്ച് ചെയ്യണം. അത് പോരാത്തതിന് ഇപ്പോൾ അച്ഛനോട് വരാൻ വേണ്ടി പറയുന്നു. ഞാൻ ഏത് അച്ഛനെ കൊണ്ടുവരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിന്റെ ശരിക്കുള്ള അച്ഛനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രേതമായിട്ട് മാത്രമേ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. നീ ഇത്ര നാൾ ഒരുപാട് കഥ പറഞ്ഞില്ലേ, അതിനൊരു സീസൺ 2 കൂടി ഇറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് മാത്രമല്ലടി, ഇനി പണവും അറേഞ്ച് ചെയ്യണമെന്ന് പറയുകയാണേ ശ്രുതി. ഇപ്പൊ രേവതിക്കാണെന്നുണ്ടെങ്കിൽ സച്ചി സമ്പാദിച്ചിട്ട് താലി വരെ മേടിച്ചു കൊടുത്തു. ഇത് കേട്ട ഉടനെ തന്നെ മീര പറയുന്നുണ്ട് കേട്ടോ, നിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. നീ എന്തെങ്കിലും സമ്പാദിച്ചിട്ട് അവന് മേടിച്ചു കൊടുക്കേണ്ടി വരും. സുധിയാണെന്നുണ്ടെങ്കിൽ കാനഡ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ജോലിക്ക് നോക്കുന്നേ ഇല്ല. സുധി കുറച്ച് സപ്പോർട്ടീവ് ആയിരുന്നെങ്കിൽ എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാമായിരുന്നു. അവനെന്താ ഇങ്ങനെയെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മീര പറയുന്നുണ്ട് കേട്ടോ. ശരി ശരി, എന്തായാലും എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകും, നീ ടെൻഷൻ ആവല്ലേ. തുടർന്ന് മഹിമയാണെന്നുണ്ടെങ്കിൽ മധുസൂദന്റെ അടുത്ത് പറയാണ് കേട്ടോ, എവിടെ പോയിട്ട് വരാമെന്ന് മധുസൂദനൻ ചോദിക്കുമ്പോൾ, ശ്രീകാന്തിന്റെ വീട്ടില് അവന്റെ അമ്മ ചന്ദ്രമതിയുടെ അടുത്ത് സംസാരിച്ചിട്ട് വരികയാണ്. ആ ലേഡിയുടെ അടുത്ത് നീ എന്താ സംസാരിച്ചിട്ട് വരുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ,
നമ്മുടെ മോളെയും ശ്രീകാന്തിനെയും മൊത്തമായിട്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വർഷയ്ക്ക് നമ്മൾ താലി പിരിച്ച് കോർക്കൽ ഫംഗ്ഷൻ നടത്താൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഒരു തവണ ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് പോരെ, ഇനിയിപ്പോൾ വീണ്ടും നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് വീണ്ടും താലി കെട്ടിക്കാൻ വേണ്ടി പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഏട്ടാ. ഫംഗ്ഷൻ നല്ല ഗ്രാൻഡായിട്ട് നടത്തിയിട്ട് പെണ്ണിനെയും ചെക്കനെയും നമ്മുടെ കൂടെ വിടാൻ വേണ്ടി പറഞ്ഞു അവരയക്കോ? ഞാൻ അത്രയും മണ്ടബുദ്ധിയാണെന്നാണോ ഏട്ടൻ വിചാരിച്ചിരിക്കുന്നതെന്ന് മഹിമ ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ വലിയ ഫംഗ്ഷനായിട്ട് എന്തിനാ നടത്തുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരെല്ലാവരെയും വിളിച്ചിട്ട് ഇത് വലിയൊരു ഫംഗ്ഷനായിട്ട് തന്നെ നടത്തണം. ശരി, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും വർഷയും ശ്രീകാന്തും നമ്മുടെ വീട്ടിലേക്ക് വരുമോ? അവരങ്ങനെ വരില്ല, പക്ഷേ അവർ തിരിച്ചു പോകാനുള്ള വഴി നമ്മൾ ഒപ്പിക്കണമെന്ന് പറയാണേ. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ താലി പിരിച്ചു കോർക്കൽ ഫംഗ്ഷന് വന്ന് വർഷയും ശ്രീകാന്തും തിരിച്ച് രവിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പാടില്ല, നമ്മുടെ വീട്ടിലേക്ക് വരണം. അത് മൊത്തമായിട്ട് 2 ദിവസത്തേക്കൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ എല്ലാ ദിവസവും ഇവിടെ നിൽക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കോ? നീ കുറച്ചെങ്കിലും ആലോചിച്ചിട്ടാണോ മഹിമ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷന് വരുന്നവരെ എന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് നിർത്താനുള്ള പദ്ധതിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നടക്കാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ? അതിന് എന്തെങ്കിലും വലിയ പ്രശ്നം നടക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനാണ് ഏട്ടാ ഈ ഫംഗ്ഷൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മഹിമയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്